Welcome to another module of professional business skills. The last part of module 3, artificial intelligence, legal and ethical considerations in business analytics. What is artificial intelligence? Artificial intelligence is the ability of a machine or computer. അതൊരു മെഷീനുള്ള അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ കഴിവാണ്. എന്തിനുള്ള കഴിവ്? ടു പെർഫോം ദോസ് ടാസ്ക്, ചില കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ്, വിച്ച് നീഡ്സ് ഹ്യൂമൻ ഇന്റലിജൻസ്. സാധാരണഗതിയിൽ മനുഷ്യനും അവന്റെ ബുദ്ധിശക്തിയും ഉപയോഗിച്ച് ചെയ്യാവുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കമ്പ്യൂട്ടറിന്റെ അല്ലെങ്കിൽ ഒരു മെഷീന്റെ കഴിവിനെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ കമ്പ്യൂട്ടറിനെ പ്രാപ്തമാക്കുന്ന കമ്പ്യൂട്ടറിന്റെ കഴിവിനെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ദ ഇന്റലിജൻസ് ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ഫോർ മെഷീൻസ്. അത് മനുഷ്യന്റെ സ്വാഭാവികമായ ബുദ്ധിശക്തി പോലെയുള്ള ബുദ്ധിശക്തിയല്ല, മറിച്ച് ഇറ്റ് ഈസ് ദ ഇന്റലിജൻസ് ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ്. അത് കൃത്രിമമായിട്ട് സൃഷ്ടിക്കപ്പെടുന്ന ഒരു ഇന്റലിജൻസ് ആണ്. ഇറ്റ് ഈസ് നോട്ട് എ റീപ്ലേസ്മെന്റ് ഓഫ് ഹ്യൂമൻ ഇന്റലിജൻസ്. ഒരിക്കലും മനുഷ്യ ബുദ്ധിയെ കമ്പ്യൂട്ടർ ബുദ്ധി കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. ബട്ട് സെർവ് ആസ് എ സപ്പോർട്ടിംഗ് ടൂൾ. എന്നാൽ മനുഷ്യന്റെ വർക്കുകൾക്ക് ഒരു സപ്പോർട്ടിംഗ് ടൂൾ ആയിട്ട് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. Artificial intelligence make it possible for computers to learn from experiences, adjust to new situations and perform human-like tasks. Artificial intelligence കമ്പ്യൂട്ടറിനെ ഏതെല്ലാം രീതിയിൽ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ എന്തിനെല്ലാം സഹായിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് പോസിബിൾ ഫോർ കമ്പ്യൂട്ടേഴ്സ് ടു ലേൺ ഫ്രം എക്സ്പീരിയൻസസ്. അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ കമ്പ്യൂട്ടറിന് ഒരു എറർ സംഭവിച്ചാൽ അത് എറർ ആണെന്ന് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ അഡ്ജസ്റ്റ് ന്യൂ സിറ്റുവേഷൻസ്, പുതിയ പുതിയ സിറ്റുവേഷൻസിനെ നേരിടാൻ വേണ്ടി, ആൻഡ് പെർഫോം ഹ്യൂമൻ ലൈക്ക് ടാസ്ക്, അതേപോലെ മനുഷ്യർ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടറിനെ അത് പ്രാപ്തമാക്കുന്നു. ഫോർ എക്സാമ്പിൾ സെൽഫ് ഡ്രൈവിംഗ് കാർ, മനുഷ്യന്റെ സഹായമില്ലാതെ ഡ്രൈവ് ചെയ്യുന്ന കാറുകൾ, അവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഉപയോഗിക്കുന്നത്. ചെസ് പ്ലേയിങ് കമ്പ്യൂട്ടേഴ്സ്, മനുഷ്യരോട് പോലും മത്സരിക്കുന്ന അല്ലെങ്കിൽ ചെസ് കളിക്കുന്ന കമ്പ്യൂട്ടറുകൾ, അവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഉപയോഗപ്പെടുത്തുന്നത്. Then, intelligent agent in artificial intelligence. An intelligent agent is a computer program or robot. അതൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണ് അല്ലെങ്കിൽ റോബോട്ട് ആണ്. കേപ്പബിൾ ടു ആക്ട് ഇന്റലിജന്റ്ലി ഓൺ ബിഹാഫ് ഓഫ് എ യൂസർ. ഒരു യൂസർക്ക് വേണ്ടി അയാൾക്ക് പകരമായിട്ട് അയാളുടെ ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു റോബോട്ട് ആണ് an intelligent agent. An intelligent agent is a robot or program with artificial intelligence. അത് സാധ്യമാക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോട് കൂടിയിട്ടാണ്. that can make decisions or perform a service. ആ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിന് അല്ലെങ്കിൽ റോബോട്ടിന് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ പല സർവീസുകളും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസസ്, അനുഭവങ്ങളിൽ നിന്ന്, അതേപോലെ യൂസർ ഇൻപുട്സ്, ആ യൂസർ കൊടുക്കുന്ന ഇൻപുട്ടുകളുടെ സഹായത്തോടെ അല്ലെങ്കിൽ അവൈലബിൾ ഇൻഫർമേഷൻസിന്റെ സഹായത്തോടു കൂടി കാര്യങ്ങൾ തീരുമാനിക്കാനും അതേപോലെ തന്നെ ആക്ട് ചെയ്യാനും ഒക്കെ സാധിക്കുന്നു. എക്സാമ്പിൾ ഗൂഗിൾ അസിസ്റ്റന്റ്, ഹൈ ഗൂഗിൾ, എ വെർച്വൽ അസിസ്റ്റന്റ് ഓഫ് ഗൂഗിൾ. ഒരു ഗൂഗിളിന്റെ വെർച്വൽ അസിസ്റ്റന്റ് ആണ് ഹൈ ഗൂഗിൾ, വിച്ച് പ്രൊവൈഡ് വോയിസ് സെർച്ച്, വോയിസ് ആക്ടിവേറ്റഡ് ഡിവൈസ് കൺട്രോൾ എക്സെട്ര. നമുക്ക് നമ്മുടെ ഭാഷയിൽ അതിനോട് ചോദിക്കാം, അത് ആൻസർ ചെയ്യും, അതിന്റെ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്ത് തരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ട, ടൈപ്പ് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ആക്ട് ചെയ്യുന്ന, ഗൂഗിളിന് വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു അസിസ്റ്റന്റ് ആണ് ഗൂഗിൾ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഹൈ ഗൂഗിൾ. ദെൻ എക്സാമ്പിൾ, അനദർ എക്സാമ്പിൾ, എ ചാറ്റ് ബോട്ട് which act as a customer executive to provide text and voice support. ചാറ്റ് ബോട്ട് എന്ന് പറഞ്ഞാൽ ചാറ്റ് ചെയ്യുന്ന റോബോട്ടാണ്. ചാറ്റ് റോബോട്ട് എന്നാണ് ചാറ്റ് ബോട്ട് എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പ്യൂട്ടർ കേടായി, നിങ്ങളുടെ കമ്പ്യൂട്ടർ കേടായി, നിങ്ങൾ കസ്റ്റമർ കെയറിൽ നിങ്ങൾ അപ്പിയർ ചെയ്യുന്ന സമയത്ത് രാത്രിയൊക്കെയാണ് കസ്റ്റമർ കെയർ കിട്ടിക്കൊള്ളണമെന്നില്ല, എന്നാൽ ചാറ്റ് ബോട്ട് സർവീസ് ഈസ് അവൈലബിൾ. അപ്പോൾ അവിടെ നമ്മുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ചാറ്റ് ചെയ്യാൻ, നമ്മുടെ പ്രശ്നങ്ങൾ പറയാം, ദ കമ്പ്യൂട്ടർ വിൽ ആൻസർ. അപ്പോൾ കമ്പ്യൂട്ടറിന് എന്ത് ചെയ്യാം, ഒരുപാട് പ്രശ്നങ്ങളും അവരുടെ ഉത്തരങ്ങളും കമ്പ്യൂട്ടറിന് ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് നമ്മുടെ പ്രശ്നം എന്താണെന്ന് റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിന്റെ ആൻസർ, ദാറ്റ് റോബോട്ട് വിൽ പ്രൊവൈഡ് ദ ആൻസർ, ദാറ്റ് ഇസ് കാൾഡ് ചാറ്റ് ബോട്ട്. So it is also an intelligent agent with the help of artificial intelligence. Then artificial intelligence and intelligent agents in business. Artificial intelligence is now widely used in business to make the job smarter and faster. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബിസിനസ്സിൽ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്തിന്? ടു മേക്ക് ദ ജോബ് സ്മാർട്ടർ ആൻഡ് ഫാസ്റ്റർ. ആ ബിസിനസ്സിലെ ജോലികൾ സ്മാർട്ട് ആക്കി മാറ്റാൻ, അതേപോലെ തന്നെ ഫാസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കഴിവ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ദ ഫോളോയിങ് പർപ്പസസ് ഇൻ ബിസിനസ്. എന്തിനെല്ലാമാണ് ബിസിനസ്സിൽ അത് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ, പ്രധാനമായും ഓട്ടോമേറ്റിംഗ് ബിസിനസ് പ്രോസസ്, ബിസിനസിന്റെ
പ്രൊഡക്ഷന്റെ പ്രോസസ്സുകൾ, മാനുഫാക്ചറിങ് പ്രോസസ്സുകൾ എല്ലാം ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടി, എന്ന് വെച്ചാൽ മനുഷ്യന്റെ സഹായം കൂടാതെ അത് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ ഗെയിനിങ് ഇൻസൈറ്റ് ത്രൂ ഡാറ്റ അനാലിസിസ്, ഡാറ്റ അനലൈസ് ചെയ്യാനും അതിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാനും വേണ്ടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗപ്പെടുത്തുന്നു. അതേപോലെ എൻഗേജിങ് വിത്ത് കസ്റ്റമേഴ്സ് ആൻഡ് എംപ്ലോയീസ്, കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ എംപ്ലോയീസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, HDFC ബാങ്ക് ഇപ്പോൾ അവരുടെ പല ബ്രാഞ്ചുകളിലും ഒരു ഹ്യൂമനോയിഡ് റോബോട്ടിനെ എംപ്ലോയ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേര് IRA എന്നാണ്, ഇന്റലിജന്റ് റോബോട്ടിക് അസിസ്റ്റന്റ്. അപ്പൊ അത് എന്തിനാണെന്ന് ചോദിച്ചാൽ കസ്റ്റമേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും ആ ബ്രാഞ്ചിൽ എത്തുന്ന കസ്റ്റമേഴ്സിന് അവരുടെ ആവശ്യമുള്ള കൗണ്ടറുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി, അവർക്ക് വേണ്ട സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി, സ്ലിപ്പുകൾ നൽകാൻ വേണ്ടിയിട്ടൊക്കെയാണ് ആ ഒരു ഹ്യൂമനോയിഡ് ഉപയോഗിക്കുന്നത്. അവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്, അല്ലെങ്കിൽ ഇന്റലിജന്റ് ഏജന്റ് ആയിട്ടാണ് ഈ റോബോട്ട് അവിടെ വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടൂൾ യൂസ്ഡ് ഇൻ ഇലക്ട്രോണിക് കോമേഴ്സ്. അതേപോലെ തന്നെ ഇലക്ട്രോണിക് കോമേഴ്സിൽ, ഇന്റർനെറ്റ് വഴിയുള്ള കച്ചവടം, അതിലും ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു സങ്കേതമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. റോൾ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഇന്റലിജന്റ് ഏജൻസ് ഇൻ ബിസിനസ്. ഇനി ഈ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോമേഴ്സിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഇന്റലിജന്റ് ഏജൻസും എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സെയിൽസ് ഫോർകാസ്റ്റിംഗ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ അനലൈസിംഗ് ഹ്യൂജ് വോളിയം ഓഫ് യൂസർ ഡാറ്റ ആൻഡ് ടു മേക്ക് സെയിൽസ് ഫോർകാസ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദിസ് ഡാറ്റ. യൂസർ ഡാറ്റ അനലൈസ് ചെയ്തുകൊണ്ട്, ഇന്നത്തെ സെയിൽസ് അല്ലെങ്കിൽ പാസ്റ്റ് സെയിൽസ് ഡാറ്റ അനലൈസ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചർ സെയിൽസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആന്റിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നു. അതേപോലെ ചാറ്റ് ബോട്ട്സ്, നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എന്താണ് ചാറ്റ് ബോട്ട്സ് എന്നുള്ളത്. ദേ ആർ റോബോട്ട്സ് ഓർ സോഫ്റ്റ്വെയർ കേപ്പബിൾ ടു കണ്ടക്ട് ടെക്സ്റ്റ് ഓർ വോയിസ് ചാറ്റ് ഓവർ എ നെറ്റ്വർക്ക്. ഇന്റർനെറ്റിലൂടെ നമ്മളുമായിട്ട് ടെക്സ്റ്റ് ചാറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വോയിസ് ചാറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന കമ്പ്യൂട്ടറുകൾ അല്ലെങ്കിൽ റോബോട്ടുകളാണ് ചാറ്റ് ബോട്ടുകൾ. ചാറ്റ് ബോട്ട്സ് ആർ നൗ വൈഡ്ലി യൂസ്ഡ് ഇൻ ബിസിനസ് ഫോർ പ്രൊവൈഡിംഗ് 24 hours and 7 days കസ്റ്റമർ സപ്പോർട്ട്. ഇതിന്റെ മെച്ചം 24 മണിക്കൂറും അതേപോലെ ആഴ്ചയിൽ 7 ദിവസവും ഇത് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. Several online shopping sites now have chatbots to help their customers. അവരുടെ കസ്റ്റമേഴ്സിനെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് ഇ-കൊമേഴ്സ് സൈറ്റുകൾ ഇപ്പോൾ ചാറ്റ്ബോട്ട്സിന്റെ സഹായം സ്വീകരിക്കുന്നുണ്ട്. Then customer relationship management. AI is used to store and analyze customer data and helps business to maintain successful relationship with them for the purpose of repeating sales. അതേപോലെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റിന് വേണ്ടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ആൻഡ് അനലൈസ് കസ്റ്റമർ ഡാറ്റ. കസ്റ്റമേഴ്സിന്റെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയും അനലൈസ് ചെയ്യാൻ വേണ്ടിയും അത് ഉപയോഗിച്ച് ടു മെയിൻറ്റെയിൻ സക്സസ്ഫുൾ റിലേഷൻഷിപ്പ് വിത്ത് ദ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സുമായിട്ട് ഏറ്റവും നല്ല ബന്ധം മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു പുതിയ കസ്റ്റമറെ അട്രാക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇന്നൊരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ചെലവേറിയതാണ്. എന്നാൽ നിലവിലുള്ള കസ്റ്റമേഴ്സ് പോകാതെ സൂക്ഷിക്കുക അല്ലെങ്കിൽ അവരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇന്ന് പ്രധാനം. അതിനുവേണ്ടിയാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ടെക്നിക്സ് ഉപയോഗിക്കുന്നത്. അതിന് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്താവുന്ന ഒരു ടെക്നിക്കാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതേപോലെ ഇന്റലിജൻസ് ഏജൻസും. Then personalized content or intelligent product recommendations. Artificial intelligence is used by e-commerce sites to collect and analyze customer interest and shopping behavior. കസ്റ്റമേഴ്സിന്റെ ഇൻട്രസ്റ്റ്, അവരുടെ ഷോപ്പിംഗ് ബിഹേവിയർ, എന്തെല്ലാമാണ് അവർ വാങ്ങുന്നത്, എന്തെല്ലാമാണ് അവർ സെർച്ച് ചെയ്യുന്നത് എന്നൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നു. അതേപോലെ ദീസ് ഡാറ്റ ഈസ് യൂസ്ഡ് ടു ഷോ കണ്ടന്റ് സ്യൂട്ടബിൾ ടു ദ കസ്റ്റമർ ആൻഡ് ടു മേക്ക് പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻസ് ബേസ്ഡ് ഓൺ പ്രീവിയസ് സെർച്ച് ആൻഡ് പർച്ചേസ്. അപ്പോൾ നമ്മളൊരു ഇ-കൊമേഴ്സ് സൈറ്റിൽ കയറി കുറേ സാധനങ്ങൾ നോക്കി അവിടെ നമ്മൾ ലീവ് ചെയ്ത് പോവുകയാണെങ്കിൽ അടുത്ത തവണ നമ്മൾ ആ ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മുമ്പ് എന്തെല്ലാമാണ് നോക്കിയത് എന്ന് അനലൈസ് ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വേണ്ട പ്രോഡക്റ്റ് അവിടെ റെക്കമെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. ഇറ്റ് ഈസ് പോസിബിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഫോർ എക്സാമ്പിൾ, ഇഫ് എ കസ്റ്റമർ ഫ്രീക്വന്റ്ലി ബൈ എ പെർട്ടിക്കുലർ ബ്രാൻഡ്, സ്ഥിരമായിട്ട് നമ്മളൊരു ബ്രാൻഡ് വാങ്ങുന്നുണ്ടെങ്കിൽ then the seller could send him personalized offer to purchase this brand. ആ ബ്രാൻഡ് കൂടുതലായിട്ട് വാങ്ങാനുള്ള ഒരു ബൾക്ക് ഓഫർ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, അയച്ചു തരാം അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്ത് തരാം. ഓർ റെക്കമെൻഡ് എ സപ്ലിമെന്ററി ബ്രാൻഡ്, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ആ ഒരു ഇ-കൊമേഴ്സ് സൈറ്റിൽ കയറുമ്പോൾ ആ ഒരു പ്രോഡക്റ്റ് സപ്ലിമെന്റ് ചെയ്യുന്ന അതേപോലുള്ള മറ്റൊരു പ്രോഡക്റ്റ് ചിലപ്പോൾ നമുക്ക് റെക്കമെൻഡ് ചെയ്ത് തരാം. Then product comparisons. Artificial intelligence is also employed by e-commerce sites to show product comparisons relevant to the search history of the user. അതേപോലെ നമ്മളൊരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങാൻ വേണ്ടി അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു പ്രോഡക്റ്റിനെ മറ്റൊരു പ്രോഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നുണ്ട്.
Then inventory management. Artificial intelligence is used to manage the right level of inventory and to avoid idle stock. അതേപോലെ തന്നെ ഇൻവെന്ററി മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നു. സ്റ്റോക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഏറ്റവും ആവശ്യമുള്ള സ്റ്റോക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി, അതേപോലെ ആവശ്യമില്ലാതെ ഒരുപാട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒഴിവാക്കാൻ, ഐഡിൽ സ്റ്റോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇൻവെന്ററി മാനേജ്മെന്റ്, ഓട്ടോമേറ്റഡ് ആയിട്ട് ഇൻവെന്ററി മാനേജ്മെന്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി സാധ്യമാണ്. മാർക്കറ്റിംഗ് സൊല്യൂഷൻസ് is the next one. Artificial intelligence used in marketing for a wide variety of purpose. ഒരുപാട് കാര്യങ്ങൾക്ക് മാർക്കറ്റിംഗിൽ ഉപയോഗിക്കുന്നുണ്ട്. It is used for sending marketing emails. ഓരോ ആളുകളുടെയും സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ, അതല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞുകൊണ്ട് അവർക്ക് ഇമെയിൽസ് അയക്കാൻ വേണ്ടി, അതേപോലെ സപ്ലൈ ചെയിൻ ഓട്ടോമേഷൻ, അതിന്റെ ഡെലിവറി, പ്രോഡക്റ്റിന്റെ ഡെലിവറി, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ, അതൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടി, പേഴ്സണലൈസ്ഡ് അഡ്വർടൈസ്മെന്റ്, നമ്മുടെ താല്പര്യങ്ങൾ കണ്ടറിഞ്ഞ് നമുക്ക് ആവശ്യമുള്ള അഡ്വർടൈസ്മെന്റ്സ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. Then customer satisfaction. AI is employed to collect the exact needs and wants of the consumers and thereby helps the vendor to ensure customer satisfaction. അതേപോലെ ഏറ്റവും പ്രധാനമായി പറഞ്ഞാൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഇത് ഉപയോഗപ്പെടുത്തുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ ദ എക്സാക്ട് നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് കൺസ്യൂമേഴ്സ്. ജനങ്ങളുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഐഡന്റിഫൈ ചെയ്യാൻ, അതിനനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യാനും അവർക്ക് നൽകാനും, അതുവഴി അവരുടെ സാറ്റിസ്ഫാക്ഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായിക്കുന്നു. Then shopping experience. It is used to create customer-centric search facility and variety of shopping experiences in the e-commerce website and app. അതേപോലെ തന്നെ നമ്മളൊരു ഇ-കൊമേഴ്സ് സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ, ഒരു ആപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സെർച്ച് ചെയ്യുമ്പോൾ തന്നെ പല രീതിയിൽ ഡിസ്പ്ലേ ചെയ്ത് വരും, പല കമ്പാരിസൺസ് നമുക്ക് വരും. അല്ലെങ്കിൽ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുന്നത് പോലുള്ള ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഒരു ഇ-കൊമേഴ്സ് സൈറ്റിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗപ്പെടുത്തുന്നു. Our last topic is ethical and legal considerations in business analytics. Business organizations that make use of data analytics must address the ethical use of data. നമ്മൾ already പഠിച്ചു കഴിഞ്ഞു. Number of business organizations are now making use of data analytics. ഒരുപാട് ബിസിനസ്സുകൾ ഇന്ന് ഡാറ്റ അനലിറ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന ബിസിനസ്സുകൾ ആ ഒരു ഡാറ്റയുടെ, ഒരുപാട് ഡാറ്റ അവർ കളക്ട് ചെയ്യുന്നുണ്ട്, അവർ സ്റ്റോർ ചെയ്യുന്നുണ്ട്, അവർ അനലൈസ് ചെയ്യുന്നുണ്ട്, അവർ ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു ഡാറ്റ എത്തിക്കലായിട്ട് യൂസ് ചെയ്യാൻ കൂടി അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. There should be a common code of ethics and standards to be followed by analytics professionals similar to other industry. പല ഇൻഡസ്ട്രികൾക്കും എത്തിക്കൽ കോഡ് ഉണ്ട്. ഡോക്ടർമാർക്ക് എത്തിക്കൽ കോഡ് ഉണ്ട്, വക്കീലന്മാർക്കുണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർക്കുണ്ട്. അതേപോലെ തന്നെ അനലറ്റിക്സ് പ്രൊഫഷണൽസും അവർ ഒരു എത്തിക്കൽ കോഡ് ഡെവലപ്പ് ചെയ്യുകയും അത് പാലിക്കുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. These standards should be formulated in accordance with the relevant Cyber Act or IT regulations of the country and the world. Data security, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സൈബർ ആക്ടുകൾ അതേപോലെ തന്നെ IT റെഗുലേഷൻസുമാണ് മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് നിലവിലുള്ള IT റെഗുലേഷൻസ് അല്ലെങ്കിൽ സൈബർ ആക്ടുകളുമായി യോജിച്ചു പോകുന്ന രീതിയിൽ വേണം ഈ എത്തിക്കൽ കോഡ് ഫ്രെയിം ചെയ്യാൻ. There are a lot of such ethical and legal considerations need to be recognized in connection with the business analytics. അപ്പോൾ അതേപോലെ ബിസിനസ് അനലറ്റിക്സിൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ട ഒരുപാട് ലീഗൽ ആൻഡ് എത്തിക്കൽ കൺസിഡറേഷൻസ് ഉണ്ട്. അവ ഏതാണെന്ന് നമുക്ക് നോക്കാം. What are the ethical and legal considerations in business analytics? First one, does not violate copyright regulations. While using copyrighted data, the firm has to ensure that the copyright regulations are not violated. രണ്ട് രീതിയിലുള്ള ഡാറ്റയുണ്ട്, നമ്മൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓപ്പൺ ഡാറ്റയും കോപ്പിറൈറ്റഡ് ഡാറ്റയും. ഓപ്പൺ ഡാറ്റ ആണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം, നമുക്കതിൽ മാറ്റങ്ങൾ വരുത്താം, അത് റീപബ്ലിഷ് ചെയ്യാം, റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, എല്ലാം ചെയ്യാം. പക്ഷെ കോപ്പിറൈറ്റഡ് ഡാറ്റ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഉദാഹരണമായിട്ട് ഒരാൾ പബ്ലിഷ് ചെയ്ത പുസ്തകം, അത് പബ്ലിഷ് ചെയ്ത കമ്പനി, അവർക്ക് അതിന്റെ മുകളിൽ കോപ്പിറൈറ്റ് ഉണ്ട്, അത് മറ്റൊരാൾക്ക് കോപ്പി ചെയ്യാനോ റീപബ്ലിഷ് ചെയ്യാനോ പറ്റില്ല. അപ്പൊ ഇത്തരം ഡാറ്റ, കോപ്പിറൈറ്റഡ് ഡാറ്റ ഉപയോഗിക്കുമ്പോൾ കോപ്പിറൈറ്റ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. Then comply with legal requirements. The process of business analytics must be designed in such a way as to comply with all laws and regulations such as IT Act. അപ്പൊ ഇത്തരം ഡാറ്റ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്ന IT Act മുതലായിട്ടുള്ള നിയമങ്ങളാണ്. അപ്പൊ ഈ ബിസിനസ് അനലറ്റിക്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് IT Act പോലെയുള്ള ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കർശനമായിട്ട് പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. Then ethical code of conduct. An ethical code of conduct is
to be framed for the organization and the same shall be communicated to all members. ഡാറ്റ കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട എത്തിക്കൽ കോഡ് അത് ആ സ്ഥാപനത്തിൽ നിർബന്ധമായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ഫോളോ ചെയ്യേണ്ടത്, പാലിക്കേണ്ടത് എന്നുള്ളത് മുൻകൂട്ടി തീരുമാനിച്ച് പബ്ലിഷ് ചെയ്യണം. അതേപോലെ തന്നെ ഈ കാര്യങ്ങൾ ആ സ്ഥാപനത്തിലുള്ള എല്ലാവർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കാരണം എല്ലാവർക്കും അറിയണം ഒരു ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ, സ്റ്റോർ ചെയ്യുമ്പോൾ, അത് മാനേജ് ചെയ്യുമ്പോൾ, അത് കൈകാര്യം ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അത് മനസ്സിൽ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഇത് ഇത്തരം ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഫോർമുലേറ്റ് ചെയ്യുകയും അത് എല്ലാ മെമ്പേഴ്സിനും എംപ്ലോയീസിനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വേണം. Then ensure data privacy. Privacy of consumer data is to be ensured and proper precautions should be taken to avoid the abuse of private data. ഒരുപാട് ആളുകളുടെ വിവരങ്ങൾ ബിസിനസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. കസ്റ്റമേഴ്സിന്റെ ഡാറ്റാബേസ്, അവരുടെ വിവരങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഒരിക്കലും ആ ഡാറ്റ മിസ്യൂസ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പൊ അതിന്റെ പ്രൈവസി ഉറപ്പുവരുത്തണം. പ്രൈവറ്റ് ഡാറ്റ ഒബ്റ്റെയിൻ ഫ്രം എ പേഴ്സൺ വിത്ത് ദെയർ കൺസെന്റ് കനോട്ട് ബി ഷെയർഡ് വിത്ത് അതേഴ്സ്. അതേപോലെ തന്നെ ഒരാളുടെ കൺസെന്റോട് കൂടി അയാളോട് ചോദിച്ച് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ, ഒരു ബിസിനസ് ആവട്ടെ, ഒരു സൈറ്റ് ആവട്ടെ, അത് മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യാനോ അതല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കാനോ പാടില്ല. Then ensure data security. The company should implement appropriate measures to ensure the security of data used for analytics. അതേപോലെ തന്നെ അനലിറ്റിക്സിൽ ഉപയോഗിക്കുന്ന ഡാറ്റയുടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തണം. ആന്റിവൈറസ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കണം, ഫയർവാൾസ് ഉപയോഗിക്കണം. അത് ഹാക്കേഴ്സിന്റെ കയ്യിലും മറ്റും എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അതിന്റെ സെക്യൂരിറ്റി വളരെ പ്രധാനമാണ്. അത് ഉറപ്പുവരുത്താൻ വേണ്ട എല്ലാ പ്രീകോഷൻസും എടുത്തിരിക്കണം. Then ensure accountability. Hold business professionals and analysts accountable for all actions. Business professionals അതേപോലെ അനലിസ്റ്റുകൾ അവർ ചെയ്യുന്ന ജോലിയിൽ അവരെ അക്കൗണ്ടബിൾ ആക്കി മാറ്റേണ്ടതുണ്ട്. അവർ ചെയ്യുന്ന വർക്കുകളിൽ അവരെ ഉത്തരവാദിത്ത ബോധമുള്ളവരാക്കി മാറ്റേണ്ടതുണ്ട്. They must realize the power of data that they are handling. അവർ കൈകാര്യം ചെയ്യുന്ന ഡാറ്റ, അതിന്റെ പവർ, അതിന്റെ ഇമ്പോർട്ടൻസ് അവരെ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. And the damage that it can do if it is received in the wrong hand. ആ ഡാറ്റ തെറ്റായ കരങ്ങളിൽ എത്തിയാൽ, ഹാക്കേഴ്സിന്റെ കയ്യിൽ എത്തിയാൽ, മറ്റ് ബിസിനസ്സുകളുടെ കയ്യിൽ എത്തിയാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് അവരെ ബോധവാന്മാരാക്കേണ്ടതുണ്ട്. Then the last point, cultural and social norms. The company should ensure that the business analytics is not violating the social and cultural norms. സാമൂഹികമായ പെരുമാറ്റച്ചട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യർ തമ്മിൽ ഇടപെടുമ്പോൾ പാലിക്കേണ്ട ഒരുപാട് പെരുമാറ്റച്ചട്ടങ്ങൾ അല്ലെങ്കിൽ നോംസ് ഉണ്ട്. ബിസിനസ് അനലിറ്റിക്സ് ഇത്തരം ചട്ടങ്ങൾ അല്ലെങ്കിൽ ഇത്തരം നോംസ് വയലേറ്റ് ചെയ്യുന്നില്ല എന്നുകൂടി ബിസിനസ് ഉറപ്പുവരുത്തേണ്ടതാണ്. താങ്ക് യു.